ചപ്പാത്തിയുടെ കൂടെയും നാൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് മട്ടർ പനീർ. അപ്പോൾ ഇന്ന് മട്ടർ പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ആൻഡ് മഹിമാസിമോൻ, വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. മട്ടർ പനീർ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വഴറ്റിയെടുക്കാനായിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. ജീരകം പൊട്ടി തുടങ്ങുമ്പോൾ ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള റഫായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കാം. അതേപോലെ ഈ ഒരു സൈസിലുള്ള ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതിൽ ചേർക്കാം. ഒരു 4-5-6 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം കൂടെ അരയ്ക്കാനായതുകൊണ്ടാണ് നമ്മളിതെല്ലാം ഹോളായിട്ടും സവാളയൊക്കെ വലുതായിട്ടും ഒക്കെ ഇട്ടേക്കുന്നത്. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്നു കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് തക്കാളി ചേർക്കാം. ഒരു വലിയ ടൊമാറ്റോ എടുക്കാം, അല്ലെങ്കിൽ 2 ചെറുത്. പിന്നെ ഫ്ലെയിം ഹൈയിലാണ് ഇട്ടേക്കുന്നത്. ഇതൊന്ന് വഴന്നു വരണം. ഇതിനൊപ്പം 1 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സും കൂടെ ചേർക്കുക. ഇവിടെ കിടക്കുന്ന ടൊമാറ്റോസൊക്കെ നന്നായിട്ട് വേവണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുകയാണ്. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തു. ഇനി ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ചെറിയ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. ടൊമാറ്റോസൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിനി ഓഫ് ചെയ്യാം. കൂളായ ശേഷം നമുക്കിത് അരച്ചെടുക്കണം. ഈ ഒരു മിക്സ്ചർ കൂളായിട്ടുണ്ട്. ഇതിനെ അരച്ചെടുക്കണം. ഇപ്പോൾ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം, അല്ലെങ്കിൽ നെയ്യ് ചേർക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം സിനമൺ, പട്ട, ഒരു ഏലക്ക, 2 ഗ്രാമ്പു. സ്പൈസസ് ഇട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു സവാള ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. അതിനൊപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർക്കാം. ഗാർലിക് പേസ്റ്റ്. ഇനി നന്നായിട്ട് വഴറ്റുക. സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയെടുക്കുക. ഇവിടെ സവാളയൊക്കെ ലൈറ്റ് ബ്രൗൺ ആയി. ഇനി നമുക്കിതിനകത്തേക്ക് മസാലകൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ്, ഒരു 1/4 ടീസ്പൂൺ ഇടാം. ഗരം മസാല 1/4 ടീസ്പൂൺ, ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ. അത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ഈ മസാലയിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ചെറിയ ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് സമയം എടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അരപ്പ് നന്നായിട്ട് മൂക്കണം, അതുവരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് മിക്സി ജാർ കഴുകി ആ മസാല ബാക്കിയും കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കും. ഈ ഒരു വഴറ്റിൽ നമുക്ക് കുറച്ച് പേഷ്യൻസ് വേണം, കുറച്ച് സമയം എടുക്കും ഇതിൻ്റെ പച്ചമണമൊക്കെ മാറാനായിട്ട്. അപ്പം അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലും ഇടയ്ക്ക് തീ കൂട്ടി വെച്ചുമൊക്കെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് അതിൻ്റെ പരുവം. അപ്പം മസാലയുടെ കളറൊക്കെ മാറി. ഒരു 6 മിനിറ്റോളം ഞാൻ ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. കുറച്ചും കൂടെ മുക്കാനുണ്ട്, കുറച്ചുകൂടെ എണ്ണ തെളിഞ്ഞ് വരണം. അതുവരെ വഴറ്റിയെടുക്കുക. ഇച്ചിരി സമയം എടുക്കുന്നതാണ് ഈ ഒരു പ്രോസസ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ്.
അപ്പോൾ നോക്കിയാൽ എണ്ണയൊക്കെ തെളിഞ്ഞു, മസാലയൊക്കെ നന്നായിട്ട് മൂത്തു. എപ്പോഴും മസാല ടേസ്റ്റ് ചെയ്ത് നോക്കുക, പച്ചച്ചവ ഉണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഇടുക. എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ സാധാരണയായിട്ട് എപ്പോഴും മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ടാവും, കാണാമല്ലോ. ഈ ഒരു സ്റ്റേജ് ആയി കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാൻ 3/4 കപ്പോളം വെള്ളം ചേർത്തു. നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഗ്രീൻ പീസ് ചേർക്കണം. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ള കണക്കിലാണ് നമ്മൾ വെള്ളം ചേർക്കുക. ഇപ്പം നമ്മൾ 3/4 ചേർത്തു, 1.5 വരെയൊക്കെ വെള്ളം ചേർക്കണം. നല്ല ഗ്രേവി ആണെങ്കിൽ 1.5 വരെയൊക്കെ ചേർക്കണം. നല്ലതായിട്ട് തിളച്ച് തുടങ്ങി. ഇതിലേക്ക് 1 കപ്പ് ഗ്രീൻ പീസ് ചേർക്കാം. അപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസാണ്, അതുകൊണ്ട് അധികം വേവില്ല. 1 കപ്പ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഷുഗറും കൂടെ ചേർക്കുക. പുളിയുള്ള ഗ്രേവീസിൽ എപ്പോഴും നമ്മൾ ഷുഗറോടെ ചേർക്കുമ്പോൾ അതൊന്ന് ബാലൻസ്ഡ് ആയിട്ട് കിട്ടും. നമ്മൾ ഗ്രീൻ പീസ് ചേർത്തു. ഇനിയും ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുകയാണ്. അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്യുക. ഗ്രീൻ പീസും കുക്ക്ഡായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തി ചേർക്കാം. അതോടൊപ്പം തന്നെ 200 ഗ്രാം പനീറൂടെ ചേർക്കാം. ഇത് ഫ്രഷ് പനീറാണ് യൂസ് ചെയ്യുന്നത്. പനീറിന് വലിയ വേവില്ല, 1 മിനിറ്റ് ഒന്ന് കിടന്ന് തിളച്ചാൽ മതി. പനീറിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു. ഇനി നമുക്കിതിനകത്തേക്ക് ക്രീം ഇടണം, മല്ലിയില ഇടണം. രണ്ട് ടേബിൾ സ്പൂൺ ക്രീം, കുറച്ച് മല്ലിയില. നമ്മുടെ മട്ടർ പനീർ റെഡിയാണ്. നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇപ്പോഴത്തെ പനീർ നല്ല പെർഫെക്റ്റ് തിക്നെസ്സാണ്. എപ്പോഴും കൂടുതലായി വേണമെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം. ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കുക. സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ക്രീം പുറത്തൊഴിച്ച് വേണം സെർവ് ചെയ്യാൻ. കുറച്ച് മല്ലിയിലയും കൂടെ. അപ്പോൾ ഈ ഒരു മട്ടർ പനീറിൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് വീട്ടിൽ ഇത് ട്രൈ ഔട്ട് ചെയ്യാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, പ്ലെയിൻ വൈറ്റ് റൈസിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, ബട്ടർ നാനിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.